കൂട്ടുകാരെ, കാലത്ത് വലയിൽ കിട്ടിയ 5 ബട്ടർ ഫിഷാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ പൊന്നാര മീൻ. കിട്ടിയ ഉടനെ തന്നെ ഒരു സൈഡിലോട്ട് മാറ്റി ജോസേട്ടൻ ഇത് കട്ടിങ് തുടങ്ങി. കാരണം ഒറ്റ അടുപ്പിലാണ് ഈ കുക്കിങ് മൊത്തം. ഇത് മീൻ കട്ട് ചെയ്ത് റെഡിയാക്കി മറ്റ് കായ്കറികളെല്ലാം അരിഞ്ഞും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് അവിയലിനുള്ള പച്ചക്കറി കൂട്ട് വെളിയിൽ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സൈഡിൽ ഒരാളൊരു പണി ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ അടുത്ത പണി ഉടനെ തന്നെ നടക്കും. ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി അങ്ങനെ റെഡി. ഇനി അത് സമയത്ത് കഴിച്ചാൽ മതി. കാരണം ഉച്ചക്കത്തെ കറിക്കും കൂടെ ഉള്ളത് ചെയ്ത് വെച്ചിട്ട് കാലത്തെ കാപ്പി ഞങ്ങൾ കഴിക്കത്തുള്ളൂ. ഇപ്പം മണി ഏകദേശം ഒരു 9 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. ബോട്ട് കരയിൽ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറായി. വീട്ടിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പ് 2, 3 ലെയറുള്ള ഗ്യാസ് അടുപ്പൊക്കെ ഉണ്ട്, 3 ബർണറൊക്കെ ഉള്ള. ഇതിലാകെ ഒറ്റ അടുപ്പ്. ഈ ഒറ്റ അടുപ്പിൽ തന്നെയാണ് ഈ മാജിക്ക് മൊത്തം നടത്തുന്നത്. ഇത് അവിയലെല്ലാം വെന്ത് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് സൈസായതിന് ശേഷം ഇനി കടുക് പൊട്ടിച്ച് അതതിൽ ചേർത്താൽ മതി. നമ്മളെല്ലാം വീട്ടിൽ ചെയ്യണ കണക്ക് തന്നെ, മാറ്റമൊന്നുമില്ല. പിന്നെ ലേശം ഇന്നെന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി, ലൈറ്റായിട്ടൊന്ന് അടുക്കി പിടിച്ചായിരുന്നു. ആ സൈഡിൽ കറുത്ത കളർ കാണാതെ. അങ്ങനെ തേങ്ങാപ്പീരയും ചേർത്തി എല്ലാം സെറ്റ് ചെയ്ത് ഇനി കടുക് പൊട്ടിച്ച് അതിനകത്തോട്ട് പകർത്തിയാൽ മതി. ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതിനനുസരിച്ച് ലൈറ്റായിട്ട് കടുക്, ഇത് നമ്മുടെ കൊച്ചുള്ളി, വറ്റമുളക്, കറിവേപ്പില 3 സൈഡിൽ റെഡിയാണ്. ഇത് അങ്ങനെ നൈസായിട്ട് ഇനി കടുക് അങ്ങോട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും വറ്റമുളകും എല്ലാം കൂടി ഇട്ടാൽ മതി. കാര്യം ഒരു പണി തീരുന്നതിന് മുമ്പേ അടുത്ത പണി അടുത്ത ആൾ ചെയ്ത് മാറ്റി വെച്ചേക്കും. എന്നാലേ ഒറ്റയടിക്ക് തന്നെ ഈ പണികളെല്ലാം തീരത്തുള്ളൂ. ഒരാളും കരയിൽ മാറിയിരിക്കത്തില്ല. എല്ലാവരും ഓരോ കൊച്ചു ജോലി അവരാൾ കഴിയുന്നതെല്ലാം ചെയ്ത് കുക്കിങ്ങിന് കയറുന്ന ആൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ വിമലേട്ടനാണ് അവിയലിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം. കറിയും പുള്ളി തന്നെയാണ് ഇന്ന് വെച്ചത്. അങ്ങനെ എടുത്ത് പറയേണ്ട, എല്ലാ ദിവസവും മിക്കതും പുള്ളി തന്നെയാണ് വെക്കുന്നത്. ഇത് അങ്ങനെ അവിയൽ ചേർക്കാനുള്ള മറ്റ് ഐറ്റം താണ്ടതാ. ഇനി ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അങ്ങനെ ആളിതേ സൈസായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ച് ചേർത്താൽ മതി. കാര്യം നമ്മുടെ വീട്ടിൽ കണക്ക് നിന്ന് പെരുമാറാനുള്ള സ്ഥലമൊന്നും സ്റ്റൗ പെട്ടിക്കില്ല. ബോട്ടിലെ കിച്ചന് സ്റ്റൗ പെട്ടി എന്നാണ് നൈസായിട്ട് പറയാതെ പണ്ട് തൊട്ടേ ഉള്ള എല്ലാവരും പറയുന്ന പേര് തന്നെ. ഇത് അങ്ങനെ വടിച്ച് മൂലയ്ക്കാക്കി ഇനി നേരെ അതിനകത്തേക്ക് തട്ടിയാൽ മാത്രം മതി. ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവിയൽ ടോട്ടലി റെഡി. ഇനിയാണ് ബട്ടർ ഫിഷിൻ്റെ കറിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കേണ്ടത്. ഇത് ഇനി അടുത്ത ഉരുളി അടുപ്പിലേക്ക് വെച്ചാൽ മതി. ഇരുമ്പ് ചട്ടി അങ്ങോട്ട് മാറ്റണം. ഇത് അങ്ങനെ മൊത്തത്തിൽ അവിയൽ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി പുള്ളിയെ അടച്ച് കുഴച്ചതിന് ശേഷം അടച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ ആ കാര്യം അങ്ങോട്ട് കഴിഞ്ഞു. ഇനി കറിയുടെ കാര്യത്തിലേക്ക് നോക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും മിക്കവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് പച്ചക്കറി കൂട്ടത്തിൽ ചേർത്തുകൂടെയെന്ന്. അങ്ങനെ നൈസായിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്തൊരു ചെറിയൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണിത്. ഇതേ നമ്മുടെ ബട്ടർ ഫിഷ് കറിക്കുള്ള ഉരുളി റെഡി. അതാണ്ട് അവിയൽ ഇതേ സൈഡിൽ താഴെ മാറ്റി വെച്ച്, കാരണം ചൂടാണ്. അതുകൊണ്ട് ഓരത്ത് ഒതുക്കി വെച്ച് നടന്നു പോകുമ്പോൾ കാലിലൊക്കെ തട്ടും. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണ, കടുക് ഓരോത്തോട്ട് തന്നെ വെച്ച് പടപടാന്നും പറഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുക. ഇനി വെളുത്തുള്ളി, ഇഞ്ചി ഇടാം. ഓരോ ഐറ്റം സൈഡാക്കി വെച്ചേക്കണമുണ്ട്. കുക്കിങ്ങിന് കയറിയാൾക്ക് പറക്കിയെടുക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ ഐറ്റം. ഇതേ പച്ചമുളക്, ഇനി കൊത്തി അരിഞ്ഞ സവാള പിന്നെ അധികമില്ല, 2 കുഞ്ഞ് സവാളയാണ് എടുത്തേക്കണത്, 1 തക്കാളിയും. ഇതേ അങ്ങനെ ആൾ നൈസായിട്ട് മൂത്ത് വരണുണ്ട്. പിന്നെ പാകത്തിന് ലേശം ഉപ്പ്, വേറൊന്നും കൊണ്ടല്ല, ഇത് മൂത്ത് വരാനായിട്ട് എളുപ്പമാണ്. ഓരത്ത് നിന്ന് എല്ലാവരും ചപ്പാത്തിയും ഗ്രീൻ പീസും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പങ്കും സൈഡിലുണ്ട്. കാരണം ഞാൻ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണതുകൊണ്ട് ഇപ്പോൾ കഴിച്ചില്ല. ഇത് ഞങ്ങളുടെ സ്രാങ്കാണ്. സ്രാങ്കിന് ഞാൻ മുമ്പ് മറ്റ് വീഡിയോ കാണിച്ചിട്ടുള്ള മുത്തെന്നാണ് സ്രാങ്കിനെ അറിയപ്പെടുന്നത്. പിന്നെ ഈ തിരിഞ്ഞ് മറിഞ്ഞിരുന്ന് കഴിക്കുന്നുണ്ട്. കൂട്ടുകാർ, നിങ്ങൾ ഭക്ഷണത്തോട് ബഹുമാനം ഇല്ലാത്തതെന്ന് വിചാരിക്കരുത്. വീൽ ഹൗസ് ചെറുതാണ്, അതിനകത്തുള്ള സ്ഥലവും വളരെ പരിമിതമാണ്. അതുകൊണ്ട് ഉള്ള സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിക്കുക. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വീട്ടിലെ കണക്ക് നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് തിന്നാനുള്ള സെറ്റപ്പില്ല.
പിന്നെ അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രീയപരമായിട്ട് കിഴക്ക് പടിഞ്ഞാറ് തലയ്ക്ക് നേരെ പിൻഭാഗത്തിന് നേരെ ഇരുന്ന് കഴിച്ചുകൂടെ, ഇങ്ങനെയുള്ള ആചാരമൊന്നും ബോട്ടി നോക്കില്ല. ഇതേ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഫസ്റ്റിൽ തന്നെ മൂത്ത് പാകമായ ഉള്ളിക്കകത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ എക്സ്ട്രാ ചേർക്കാം. ഇനി അടുത്ത മുളക് പൊടി നല്ല പിരിയ മുളകാണ്, അതുകൊണ്ട് നല്ല എരിവുണ്ട്, കുഴപ്പമില്ല. അങ്ങനെ അതുകൂടെ ഒന്ന് മൂത്ത് സൈസായിട്ടുണ്ട്. ഇത് പുളി വാളംപുളിയാണ് പിഴിഞ്ഞ് വെച്ചേക്കണത്. ഇനി മല്ലിപ്പൊടി, പെപ്പർ മസാല ഓൾറെഡി കുരുമുളക് ഇട്ടുകൊണ്ട് ഇനി മല്ലിപ്പൊടി ലേശം കൂട്ടാം, കാരണം എരിയിൽ ഇത്തിരി കൺട്രോൾ കിട്ടും. അങ്ങനെ മല്ലിപ്പൊടിയും കൂടെ മൂത്തതിന് ശേഷം ബാക്കി പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. അത് പിന്നെ ഓൾറെഡി നേരത്തെ തന്നെ പിഴിഞ്ഞ് വെച്ചതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. കുക്കിങ്ങിന് കയറിയാൾക്ക് തൊട്ട് കൈവാതൊക്കെ തന്നെ എല്ലാം നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കും. വീട്ടിൽ നമ്മുടെ അമ്മമാരെടുത്ത് വെച്ച് ചെയ്യുന്നതൊക്കെ തന്നെ. ഇവിടെ പിന്നെ ഹെൽപ്പിന് ആളുണ്ട്. അവിടെ പാവം നമ്മുടെ അമ്മ ഒറ്റയ്ക്കാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്ന അടുക്കളയിൽ, വേറെ ആരും ഹെൽപ്പ് ചെയ്യില്ല. ഇവിടെ അങ്ങനെയല്ല, ഒരാൾ ചെന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത പരാതി എപ്പോഴും വരും. അതുകൊണ്ട് ഒരു ടീം വർക്കാണ്. ഇതേ നല്ല അടിപൊളിയായിട്ട് അരപ്പ് ലൈറ്റായിട്ട് ചൂടായി വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ല കളറുണ്ട് കറിക്ക്, കൊള്ളാം, നൈസ്. ഇനി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് എല്ലാവർക്കും ഗ്രേവി കിട്ടുന്ന പാകത്തിന് വെള്ളം മിക്സ് ചെയ്യുക. നേരെ തിള വന്നതിന് ശേഷം മീൻ പറക്കി ഇട്ടാൽ മതി. കൊച്ചു കലത്തിൽ നല്ല കുടിവെള്ളം. ഇത് ടാങ്കിനകത്തിരിക്കണ വെള്ളമല്ല, നമ്മൾ ബിസ്ലറി വാട്ടർ 20 ലിറ്ററിൻ്റെ ക്യാൻ വാങ്ങുന്നതാണ്. നേരത്തെ ഉള്ളി മൂക്കാനായിട്ടുള്ള ഉപ്പ് ഇട്ടോളൂ. ഇത് അടുത്ത് ഉപ്പിട്ട് ലേശം ഉലുവാപ്പൊടിയാണിത് ഒരു മണത്തിന്. ഇനി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും പോരായ്മയുള്ള ഉപ്പ് അതുകൂടെ ആകുമ്പോഴത്തേക്കും കറി ഓക്കെ. ഇത് ക്ലൈമാക്സിൽ എല്ലാം മൂത്ത് സൈസായതിന് ശേഷം തക്കാളി അരിഞ്ഞത്. ഇനി കറി ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും കറി ലീവ്സ് കറിവേപ്പില ഇട്ടാൽ മാത്രം മതി. ഇത് അവിടെ 3 ആൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിക്കുക. ഞാനുണ്ട്, പിന്നെ 2 പേര് കടയിൽ പോയിരിക്കുകയാണ്. അവരിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫുഡ് കംപ്ലീറ്റ് ആയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടിയ സ്ഥലത്ത് എല്ലാവരും വെയിലത്തുനിന്ന് മാറി ഓരോരുത്തരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ തലതിരിഞ്ഞ് മറിഞ്ഞു ഇരിക്കുന്നതിനൊന്നും പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ശാസ്ത്രമൊന്നും നമ്മൾ നോക്കില്ല, സ്ഥലം വളരെ കുറവാണ്, അതുകൊണ്ട് വെളിയിൽ നല്ല വെയിലുമാണ്. അങ്ങനെ തിള വന്ന് നല്ല അടിപൊളിയായിട്ട് അരപ്പ് ആവശ്യത്തിന് നല്ല കളറിലും നല്ല പരുവത്തിലും ആയിട്ടുണ്ട്. ഇനി ബട്ടർ ഫിഷ് വാരിയിടാം. പൊന്നാരമീൻ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ഐറ്റമാണ്. കറിയിൽ ഒരിക്കലും ബാഡ് വരത്തില്ല, രുചിയിൽ ആൾ പുറമോട്ടുമല്ല. അങ്ങനെ കരണ്ടി കൊണ്ട് നേരെ ഒന്ന് സൈസാക്കി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ തിള വന്ന് ഇയാൾ പൊടിഞ്ഞു പോകും. കാരണം ഒരുപാട് വേവ് വേണ്ട, ആളുടെ മാംസം വളരെ അത്ര വലിയ കട്ടിയും മസിൽ പിടുത്തൊന്നുമില്ലാത്ത മാംസമാണ്. ഇത് അങ്ങനത്തെ തിള വന്നു. അരപ്പ് ഇപ്പോൾ കുറുകിയിട്ടില്ല, ഏകദേശം തിളച്ച് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആയുള്ളൂ. ഒന്ന് കറക്കി വയ്ക്കുക, അല്ല അടുക്കി പിടിക്കും. നമ്മൾ വീട്ടിൽ ചെയ്യണം അതേ കണക്കൊക്കെ തന്നെ. സ്റ്റൗ പിടിക്കുന്നല്ല താഴ്ചയുണ്ട്, അതുകൊണ്ട് കുനിഞ്ഞ് നോക്കിയും കണ്ടുമാണ് ചെയ്യേണ്ടത്. വേസ്റ്റ് ക്ലോത്താണ് നമ്മൾ സൈഡിൽ പിടിക്കാൻ എടുക്കുന്നത്, ക്ലിപ്പൊന്നും കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ കറി നല്ല സൈസ് പരുവായിട്ടുണ്ട്. നമ്മുടെ റോപ്പ് കൊണ്ട് തന്നെ ചെറിയൊരു തിരിക, അതായത് ഒരു സ്റ്റാൻഡ് പോലെ നമ്മൾ ചെയ്ത് കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്താണ് ഈ ചൂട് കറി ഇറക്കി വെക്കണം. അങ്ങനെ കറി ആൾമോസ്റ്റ് റെഡി. ഈ കുക്കിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.